ഇന്നത്തെ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് ഡോമിലെ അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മോഡൽ അല്ലെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് എങ്ങനെ കസ്റ്റം ഡയലോഗ് ബോക്സ് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് അപ്പിയറൻസ് ചെയ്ത് വരാം. നമ്മൾ ചില ആപ്ലിക്കേഷൻ ചില വെബ്സൈറ്റിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുൾ കാണിക്കുന്ന ബോക്സിനകത്ത് യുവർ അക്കൗണ്ട് ഈസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് അല്ലെങ്കിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് യു ആർ ഫ്രം എക്സിറ്റിംഗ് ഫ്രം ദ സിസ്റ്റം അങ്ങനെ കാണിക്കുന്നത്. അതേപോലെ കസ്റ്റം ആയിട്ടുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ കസ്റ്റം ആയിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എടുത്തേക്കുന്ന എക്സാമ്പിൾ ഒരു വെർച്വൽ ബാങ്ക് അല്ലെങ്കിൽ ഒരു വെർച്വൽ എടിഎമ്മിന്റെ സിമ്പിൾ പ്രോസസ് ആണ്. അതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിന്റെ അകത്ത് ഒരു തലക്കെട്ടും ഒരു ബട്ടൺ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫോം അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിന്റെ HTML കോഡ് ഈ ഡിവിനുള്ളിൽ രണ്ടാമത്തെ ഡിവിനുള്ളിലാണ് എഴുതിയിട്ടുള്ളത്. അതിനായിട്ടുള്ള തലക്കെട്ട്, പിന്നെ ഡേറ്റാ സെറ്റിലുള്ള ഇൻപുട്ട് ഫീൽഡ്, സെലക്ട്, ഒന്ന് ജെൻഡർ സെലക്ട് ചെയ്യാനും ഒന്ന് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ അതൊക്കെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം, നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇതിന്റെ അകത്ത് വീണ്ടും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്തിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ക്ലാസിന്റെ അകത്ത് ഈ ഫോമുല ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയൊരു മോഡൽ ഓപ്പൺ ആയിട്ട് വരും, ഒരു പുതിയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ചെയ്യുന്ന ഡയലോഗ് ബോക്സ് ഇതായിരിക്കും, ഇത് സക്സസ്ഫുൾ എന്ന് കാണിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മളെ പേരും വിലാസവും കാണിക്കും, നമ്മളെ പേര് നമ്മളെ അക്കൗണ്ട് നമ്പർ എല്ലാം കാണിച്ചു തരും. എന്നിട്ട് വീണ്ടും ഞാൻ കണ്ടിന്യൂ ബട്ടൺ, ആ മോഡലിനകത്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും, നമ്മളെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് വരും. നമ്മൾ ATM എടുക്കാൻ നേരത്തെ അതിന്റെ അകത്ത് എന്തൊക്കെ വരും, അല്ലെങ്കിൽ ബാങ്ക് എടുക്കാൻ നേരത്തെ അവിടെ എന്തൊക്കെ പ്രോസസ്സിംഗ് ഉണ്ട്, അക്കൗണ്ട് ക്രിയേഷൻ വരും, അതേപോലെ ഡെപ്പോസിറ്റ്, വിഡ്രോ, ചെക്ക് ബാലൻസ്, വ്യൂ അക്കൗണ്ട്, പിന്നെ എക്സിറ്റ്. അപ്പൊ അതേപോലെ നമുക്ക് എന്താ കാണിക്കണം, ഓരോ ഓപ്ഷൻസ് കാണിക്കും. അതിനുവേണ്ടി ആണ് ഈ ഡിവ് ക്രിയേറ്റ് ഉള്ളത്, ഓരോ ഓപ്പറേഷൻസ് കാണിക്കാൻ വേണ്ടി. ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കും, പേര്, നമ്മളെ അക്കൗണ്ട് നമ്പർ, കാര്യങ്ങളൊക്കെ. പിന്നെ ഓരോ ഓപ്പറേഷന് വേണ്ടി 5 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഡെപ്പോസിറ്റ്, വിഡ്രോ ആണ്. ഈ രണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ മോഡലായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അത് ഈ ട്രാൻസാക്ഷൻ മോഡലായിരിക്കും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ മോഡലിനകത്ത് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ മോഡ് സെലക്ട് ആവും, ഏത് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, ഡെപ്പോസിറ്റ് ആണോ വിഡ്രോ ആണോ. എന്നിട്ട് ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ക്ലാസ്സിനുള്ളിൽ പോയിട്ട് ബാലൻസ് അപ്ഡേറ്റ് ആവും ആ കാര്യം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ കറസ്പോണ്ടിങ് CSS ചെയ്യണം. CSS ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മോഡലിലും മീൻസ് എല്ലാ ഡിവിനും ഞാൻ എന്റെ ക്ലാസ് ഈ ഒരു ഡിവ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഡിവിനും ഞാൻ മോഡലും കൊടുത്തേക്കുന്നത്. ഇത് വെൽക്കം സ്ക്രീൻ ആണ്. ആദ്യത്തെ ഡിവിൽ വെൽക്കം സ്ക്രീൻ മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം പോപ്പ് ബോക്സ്. നിങ്ങൾക്ക് മോഡൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പോപ്പ് ബോക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് എന്ന് കൊടുക്കാം, പൊതുവെ എന്തെങ്കിലും കൊടുക്കാം. പിന്നെ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടൈമാണ് മോഡൽ. അത് റെഫർ ചെയ്യുന്നത് ഒരു ഡയലോഗ് ബോക്സിനെയാണ് റെഫർ ചെയ്യുന്നത്, ഇങ്ങനെ മീനിങ്. അപ്പൊ എല്ലാ ഇതിന് ഞാൻ മോഡൽ എന്ന ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ഒക്കെ ചെയ്ത് സ്ക്രീനിൽ കാണാൻ ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ഡയലോഗ് ബോക്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഡയലോഗ് ബോക്സ് എല്ലാം ഹൈഡ് ആക്കിക്കളയണം. അപ്പൊ ഡിസ്പ്ലേ ഇവിടെ വന്നിട്ട് നണ്ണ് സെറ്റ് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡയലോഗ് ബോക്സും എന്തായിരിക്കും, അല്ലെങ്കിൽ മോഡൽ ഹൈഡ് ആയിട്ട് ആദ്യത്തെ ഏത് മാത്രമേ കാണിക്കത്തുള്ളൂ, ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന മോഡൽ മാത്രം ഓപ്പൺ ആയിട്ട് വരണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഞാൻ സ്ട്രിക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ക്ലാസിന്റെ അകത്ത് ഒരു പ്രൈവറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പൊ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, യൂസ് സ്ട്രിക്റ്റ് മേളിൽ കൊടുത്താലേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ക്ലാസ് അതിന്റെ അകത്ത് കൺസ്ട്രക്ടർ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാല്യൂസ് പാസ് ചെയ്യും. സോ അതിനുവേണ്ടി ഞാൻ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ, വിഡ്രോ ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ, പിന്നെ ബാലൻസ് റിട്രീവ് എടുക്കാൻ വേണ്ടി വേറെ ഫംഗ്ഷൻ, പിന്നെ 2 ഗ്ലോബൽ വേരിയബിൾസ്, അക്കൗണ്ടും കറണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ്, ഞാൻ ഇവിടെ ഒറ്റ ട്രാൻസാക്ഷൻ മോഡൽ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ ഡെപ്പോസിറ്റിന് വേണ്ടി ഒരു ഡയലോഗ് ബോക്സ്, അതിന്റെ വിഡ്രോയ്ക്ക് വേണ്ടി ഒരു ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല, ജാവാസ്ക്രിപ്റ്റ് ഡോ എന്നൊക്കെ പറയുന്നത് അതിന്റെ ആവശ്യമില്ല. നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ഉള്ള ടാസ്കിനെല്ലാം പറ്റുക, റിപ്പീറ്റ് ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലോട്ട് സെറ്റ് ചെയ്യാം. ഈ ട്രാൻസാക്ഷൻ മോഡലിനകത്ത് രണ്ടിലും വരുന്നത് എന്താണ്, ഒരു എമൗണ്ട് അടിക്കുന്ന ഫീൽഡ് ആണ്, ഒരു ബട്ടണും ക്ലിക്ക് ചെയ്യും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ചറിയണം ഇത് ഡെപ്പോസിറ്റിലോട്ടാണോ പോകുന്നത് അതോ വിഡ്രോയിലോട്ടാണോ പോകണം. ഇപ്പൊ ഡിസൈൻ സെയിം ആയിരിക്കും. അപ്പൊ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കറണ്ട് ട്രാൻസാക്ഷൻ. ഈ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് നമ്മളെ ഈ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടിയുള്ള ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തുടക്കത്തിൽ ഞങ്ങളാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ട്രാൻസാക്ഷൻ നമ്മൾ എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്കുള്ള ബട്ടൺസ്
നമ്മളെ HTML കോഡിനകത്തുള്ള എല്ലാ ബട്ടൺസിനെയും എന്ത് ചെയ്ത് ടാർഗറ്റ് ചെയ്തു. കാരണം ആ ബട്ടൺ എല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ആക്ഷൻ ട്രിഗർ ആണ്. എന്നിട്ട് എമൗണ്ട് ഇൻപുട്ട് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ ട്രാൻസാക്ഷന്റെ വരുന്ന ഇതാണ്. നമ്മൾ എമൗണ്ട് ഫെച്ച് ചെയ്തെടുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മോഡൽ അല്ലെങ്കിൽ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ പോപ്പ് ബോക്സ് ഡിസൈൻ ചെയ്തിട്ട് അതിനെന്താക്കണം? ഡിസ്പ്ലേ നൺ ആക്കണം. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ മോഡലിനെ ഡിസ്പ്ലേ എന്താക്കി കൊടുത്താൽ മതി? നണ്ണ് മാറ്റിയിട്ട് ഫ്ലെക്സ് എന്ന വാല്യൂ മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ സെൻട്രലിലോട്ട് അലൈൻ ചെയ്യണത് അതല്ല. പൊസിഷനും അല്ലെങ്കിൽ ഫ്ലെക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റിനകത്ത് ക്ലാസ് ലിസ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റൈൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടോ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ സ്റ്റൈൽ പ്രോപ്പർട്ടി മാറ്റും. ഹൈഡ് ആയിട്ടുള്ളത് എന്താക്കും? വിസിബിൾ ആക്കും അല്ലെങ്കിൽ ഫ്ലെക്സ് ആക്കും. നമ്മൾ ആദ്യത്തെ ഒരു എക്സാമ്പിളിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്ന പോലെ. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യണം? ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഏത് മോഡൽ ഓപ്പൺ ആയിട്ട് വരണം? അല്ലെങ്കിൽ ഏത് ഡയലോഗ് ബോക്സ്? അല്ലെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ ഡീമാണ് ഓപ്പൺ ആയിട്ട് വരാനുള്ളത്. അപ്പൊ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് BTN ഓപ്പൺ മോഡൽ അതിലാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്ററിനകത്ത് ഒരു ക്ലിക്ക് ഇവന്റ് പാസ് ചെയ്യണം. ക്ലിക്ക് ഇവന്റ് പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്ലിക്ക് ഇവന്റ് പാസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ മോഡൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ഒരു ആരോ ഫംഗ്ഷന്റെ അകത്ത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് മോഡൽ അതാണ് ഇതിന്റെ ക്ലാസ് നെയിം, ID നെയിം. അത് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID എന്നിട്ട് ആൾറെഡി ഇതിന്റെ ക്ലാസ് നെയിം മോഡലാണ്. അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പ്ലേ നൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഡിസ്പ്ലേ എന്താക്കി കൊടുക്കണം? ഫ്ലെക്സ് ആക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്ലാസ് ലിസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് സ്റ്റൈൽ പ്രോപ്പർട്ടിക്കകത്ത് ഡിസ്പ്ലേ പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക. അതിനകത്ത് എന്ത് ചെയ്യുക? ഫ്ലെക്സ് എന്ന വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് വരുന്ന കേസ് വരുന്നു. ഇപ്പൊ ഇൻലൈൻ CS ആണ്. പിന്നെ അവിടെ ചെയ്യാൻ നേരത്ത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്പെക്ട് എടുത്തിട്ട് ഇവിടെ വരാൻ നേരത്ത് ആൾറെഡി ഇതിപ്പോ ഹൈഡ് ആണ് ഇരിക്കുന്നത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻലൈൻ CSS ഇവിടെ വന്ന് ഇൻജെക്ട് ചെയ്ത് വരും. ഇവിടെ ഫ്ലെക്സ് ആക്കും. ഫ്ലെക്സ് ആക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റും? നണ്ണ് മാറി ഇപ്പൊ എന്തായാലും ഫ്ലെക്സ് ആയി. കാരണം ഇൻലൈൻ CSS പവർ ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ വന്നിട്ട് ഒരു സെപ്പറേറ്റ് എന്ത് ചെയ്യാം? ഒരു ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്യാം. ഷോ എന്ന് പറഞ്ഞ ക്ലാസ് നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് വാല്യൂ പാസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ആണെങ്കിൽ ഇവിടെ ഡോട്ട് ഷോയ്ക്ക് അത് ഞാൻ കൊടുക്കും ഡിസ്പ്ലേ ഫ്ലെക്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു ക്ലാസ് നെയിം എന്ത് ചെയ്യണം? ഈ ഒരു ഡിവ് ടാഗിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലാസ് നെയിം പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇത് കമന്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. അതിന്റെ പേര് ക്രിയേറ്റ് മോഡലിനകത്ത് ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ഡോട്ട് ആഡിന്റെ അകത്ത് ഷോ. ഇനി റീഫ്രഷ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. നമുക്ക് രണ്ട് രീതിക്ക് വേണമെങ്കിലും ചെയ്യാം. ക്ലാസ് ലിസ്റ്റ് വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചിട്ടും ചെയ്യാം. ഫ്ലെക്സ് അല്ല, ഡിസ്പ്ലേ പ്രോപ്പർട്ടി വെച്ചിട്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്യണ ഡേറ്റാസ് നമ്മൾ എവിടെ പോയി സ്റ്റോർ ചെയ്യണം? നമ്മളെ ഈ ഒരു ക്ലാസിന്റെ അകത്ത് ഒരു ഒബ്ജക്റ്റിനുള്ളിൽ പോയി സ്റ്റോർ ആണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഏതൊക്കെ വേരിയബിൾ വേണം? ഒന്ന് പേര് വേണം, അതിനൊക്കെ തന്നെ DOB, അതിനൊക്കെ തന്നെ ജെൻഡർ, അതിനൊക്കെ തന്നെ ടൈപ്പ്, ഏത് അക്കൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ദിസ് ഡോട്ട് നൈൻ ഈക്വൽ ടു അതിന്റെ വാല്യൂ പാസ് ചെയ്യണം. അപ്പൊ പാരാമീറ്റർ നൈൻ. എന്നിട്ട് ദിസ് ഡോട്ട് DOB ഈക്വൽ ടു DOB. എന്നിട്ട് ദിസ് ഡോട്ട് ജെൻഡർ ഈക്വൽ ടു ജെൻഡർ. പിന്നെ ദിസ് ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ടൈപ്പ്. അപ്പൊ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ നേരത്തെ അവിടെ എന്ത് വേണം? ഒരു അക്കൗണ്ട് നമ്പറും വേണം. ആ ഒരു കസ്റ്റമറിന്റെ ആദ്യത്തെ ഇനിഷ്യൽ എമൗണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ബാലൻസ് വേണം. അപ്പൊ നമുക്ക് അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യാം. അത് റാൻഡം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ദിസ് ഡോട്ട് കോണ്ട് നമ്പർ ഈക്വൽ ടു മാത്ത് ഡോട്ട് ഫ്ലോറിനകത്ത് റാൻഡം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 100, 1000, 10000 പ്ലസ് മാത്ത് ഡോട്ട് റാൻഡം
ഇൻറ്റു 1, 2, 3, 4. അപ്പൊ ഈ ഒരു നമ്പറിന്റെ ഇടയിലുള്ള നമ്പർ ആയിരിക്കും നമ്മൾ അക്കൗണ്ട് നമ്പർ ആയിട്ട് ക്രിയേറ്റ് ആയി വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ബാലൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ദിസ് ഡോട്ട് ബാലൻസ് ഈക്വൽ ടു ഇനിഷ്യലി നമ്മൾ അക്കൗണ്ട് തുറക്കാൻ നേരത്ത് പൊതുവെ സീറോ ആയിട്ട് സെറ്റ് ചെയ്ത് ഇനി ചില ബാങ്കുകൾ എന്തെങ്കിലും എമൗണ്ട് തന്നാലും കൊണ്ട് ഓക്കെ ഈ ബാലൻസ് ഞാൻ എന്ത് ചെയ്ത് ഒരു പ്രൈവറ്റ് എലമെന്റ് ആക്കി കൺവേർട്ട് ചെയ്യും. കാരണം ഈ ബാലൻസ് എവിടെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റണം? ഈ ഡെപ്പോസിറ്റ് വിഡ്രോയിൽ മാത്രമേ ആക്സസ് ചെയ്യാവൂ. അവിടെ മാത്രമേ ബാലൻസിനകത്ത് വില കൂട്ടാനും കുറയ്ക്കാനും സാധിക്കാവൂ. വേറെ എവിടെ എനിക്ക് ഈ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടംപോലെ വാല്യൂസ് ആഡ് ചെയ്ത് അക്കൗണ്ടിലെ നമ്പർ കൂട്ടും. ഞാൻ പറഞ്ഞ് കുഴപ്പിച്ചാന്ന് അറിയത്തില്ല. ഈ ബാലൻസ് എന്ന വേരിയബിൾ എന്താക്കി സെറ്റ് ചെയ്യണം? ഒരു പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഹാഷ് ബാലൻസ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടാവും മതി. ഇപ്പൊ ഈ വാല്യൂസ് എനിക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഈ ഫംഗ്ഷനുകളിൽ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഈ അല്ലാതെ എവിടെ വേണമെങ്കിലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഏത് മാത്രം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല? ഈ ബാലൻസ് മാത്രം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഹാഷും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തു. കാരണം ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ ഇവിടെ അപ്പൊ ഇതൊരു പ്രൈവറ്റ് വേരിയബിൾ ആണ്. പ്രൈവറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? വേറെ ആർക്കും ഈ ബാലൻസ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പൺ ആയിട്ട് വരാനകത്ത് ഇതിനകത്ത് വാല്യൂസ് ഫില്ല് ചെയ്യും. ഈ വാല്യൂസ് ഫില്ല് ചെയ്യുന്ന സാധനം ഏതിലോട്ട് സേവ് ചെയ്യണം? ഇതിലോട്ട് വന്ന് സേവ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ടാസ്ക് നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ ക്രിയേറ്റ് അക്കൗണ്ടിന്റെ അകത്ത് ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഡോക്യുമെന്റ് ഇത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഗെറ്റ് എലമെന്റ് ഐഡി യൂസ് ചെയ്ത് ഈ 4 ഇൻപുട്ട് ഫീൽഡ് നമുക്ക് ടാർഗറ്റ് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി എല്ലാത്തിനും ഒരു ഐഡി കൊടുത്തിട്ടുണ്ട് ഞാൻ. നെയിം, DOB, ജെൻഡർ, അക്കൗണ്ട്. ഇതൊന്നും എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് വാല്യൂ മാത്രം എടുത്താൽ മതി. കോൺസ്റ്റന്റ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി നെയിം. എനിക്ക് ഇതൊന്നും എന്താണ് വേണ്ടത്? വാല്യൂ. അപ്പൊ ഡയറക്റ്റ് നമുക്ക് വാല്യൂ എടുക്കാം. എന്നിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 4 എടുക്കുക. ഇവിടെ DOB എന്ന് കൊടുക്കുക. ഇവിടെയും DOB. ഇതേപോലെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജെൻഡർ, ഇവിടെ നമ്മൾ അക്കൗണ്ട് ടൈപ്പ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇഫിന്റെ അകത്ത് കണ്ടീഷൻ നോക്കാം. ഈ വാല്യൂസ് മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം? ഡേറ്റ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു അലേർട്ടിന്റെ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വാർണിംഗ് ഡിസ്പ്ലേ. ഇപ്പൊ ഇഫിന്റെ അത് എഴുതിയാണ് ഇഫ് നോട്ടിനായി ഓ നോട്ട് ഡോ ശരി ഓർ നോട്ട് ജെൻഡർ പിന്നെ നോട്ട് ടൈപ്പ്. ഇവിടെ ഞാൻ ഫ്രണ്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ അകത്ത് ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഈ ഇഫിന്റെ അകത്ത് സ്റ്റാൻഡേർഡ് ബോക്സ് ബ്രേക്കിന്റെ ഞാൻ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ്. എന്നിട്ട് ഞാൻ അവിടെ റിട്ടേൺ ചെയ്യും. എനിക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യണം? ഫംഗ്ഷന് തിരിച്ച് വിളിക്കണം. അല്ലെങ്കിൽ അവിടെ വെച്ച് ഫംഗ്ഷനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിനാണ് റിട്ടേൺ കൊടുക്കും. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും വാല്യൂ ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ഒരു ഇഫ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ഇനി വാല്യൂ ഇല്ലെങ്കിൽ വാല്യൂ ഉണ്ടെങ്കിൽ 4 ഫീൽഡിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആൾറെഡി കൊണ്ടുവന്ന വേരിയബിൾ ഉണ്ട്. അക്കൗണ്ട് ഈക്വൽ ടു ന്യൂ ബാങ്ക് അക്കൗണ്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? കൺസ്ട്രക്ട് പാസ് ചെയ്ത് കൊടുക്കാം. നെയിം, ജെൻഡർ, അതേപോലെ ടൈപ്പ്. കാരണം ഈ ഒരു ഓർഡറിനാണ് ഞാൻ ഇവിടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തത്. സോ അതേ ഓർഡറിനെ കൊടുക്കണം. അല്ലെങ്കിൽ ഡേറ്റാസ് മിസ്മാച്ച് ആവും. ഓക്കെ. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇത്രയും ഡീറ്റെയിൽ വരണം. ഡീറ്റെയിൽ വന്നിട്ട് ക്രിയേറ്റ് ബട്ടൺ കൊടുക്കാൻ നേരത്ത് എനിക്ക് എന്ത് കാണിക്കണം? ഒരു സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണിക്കണം. സക്സസ്ഫുൾ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സക്സസ്ഫുൾ എന്ന ഡിസ്പ്ലേ മെസ്സേജ് കാണിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് കണ്ടന്റ് എഴുതാം. കാരണം ഈ സക്സസ് ഫീൽഡിന്റെ അകത്ത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. എന്ത് ഡീറ്റെയിൽ ആണ് കാണിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെലക്ട് ചെയ്ത് അതിനകത്ത് വാല്യൂ പാസ് ചെയ്യും.
സ്റ്റൈൽ ക്ലോസ് ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി മീൻസ് എനിക്കൊരു സക്സസ് ബോക്സ് വരും. ആ സക്സസ് ബോക്സിനകത്ത് കാണിക്കണം അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ പേര്. ആ ഡീറ്റെയിൽസിന് വേണ്ടിയാണ് ഈ ഒരു പി ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യാൻ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നർ HTML ഇന്നർ ടെക്സ്റ്റോ യൂസ് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നർ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം, മാത്തമാറ്റിക്സ് കൊടുക്കുകയാണ്. അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ഇൻ അവർ ബാങ്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് നമ്പർ കാണിക്കാം. അപ്പൊ താഴെ വരാൻ വേണ്ടി സ്ലാഷ് അക്കൗണ്ട് നമ്പർ. അക്കൗണ്ട് നമ്പർ എവിടെ ഇരിപ്പുണ്ട്, നമ്മളെ ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് ഡോട്ട് അക്കൗണ്ട് നമ്പർ. അതിനാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന്റെ അകത്ത് ഡോട്ട് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ വേരിയബിൾ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസിന്റെ കേസ്, എനിക്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് ഡയറക്റ്റ് ബാലൻസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് എറർ കിട്ടും. റീസൺ എന്താണ്, ഇതൊരു പ്രൈവറ്റ് വേരിയബിൾ ആണ്. ഈ ഒരു ക്ലാസ്സിനുള്ളിൽ അല്ല, എനിക്ക് വേറെ എവിടെ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് പുറത്ത് ഇവിടെ വന്നിട്ട് എനിക്ക് അത് ഇതേപോലെ എനിക്ക് ഇങ്ങനെ 40,000 ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. Sorry. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ബഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. നമുക്ക് അവിടെ ബാലൻസ് നല്ല വേണ്ടത് അക്കൗണ്ട് നമ്പർ മാത്രമാണ്. അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ സക്സസ്ഫുൾ എന്ന ഡയലോഗ് ബോക്സിലെ മോഡൽ ഡിസ്പ്ലേ കാണിക്കണം. അതിന്റെ ID കോപ്പി ചെയ്യുക, എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID നമുക്ക് എന്ത് ചെയ്യാം, ID പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡോട്ട് സ്റ്റൈലിനകത്ത് എല്ലാ മോഡലും ഇപ്പൊ ഹൈഡ് ആയി കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി രണ്ടും മാറ്റിയിട്ട് ഫ്ലെക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫ്ലെക്സ്. ഇനി എന്ത് ചെയ്യണം, റീഫ്രഷ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ABCD ഏതെങ്കിലും ഡേറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് പേര് തൽക്കാലത്തേക്ക് AMI കൊടുത്തേക്ക്. ഓക്കെ, വർക്ക് ആയില്ല. ഈ സെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഈ ബട്ടന്റെ ഐഡിനെ ബട്ടൺ ക്രിയേറ്റ്, അപ്പൊ അതിനെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ ക്രിയേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ താഴെ തന്നെ കൊടുത്തേക്കാം, BTN ഡോട്ട് ആഡ് ഈവന്റ് ലിസ്റ്റിനകത്ത് ഏത് ഫംഗ്ഷൻ, ഏത് ആക്ഷൻ, ക്ലിക്കിനകത്ത് എന്ത് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി, ക്രിയേറ്റ് അക്കൗണ്ട് മാത്രം കോൾ ചെയ്താൽ ഫംഗ്ഷൻ നെയിം പാസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇതൊരു പേര് ജസ്റ്റ് റാൻഡം വാല്യൂസ്. ഓക്കെ, വീണ്ടും വന്ന് ഇൻസർട്ട് എടുത്തിട്ട് നോക്കാം. ക്രിയേറ്റ് അക്കൗണ്ട് 47 ടൈപ്പിന്റെ ഉടനെ അത് വന്നേക്കണം. അതെന്താണ്, സോറി, ഇതിന്റെ ID നെയിം അക്കൗണ്ട് ടൈപ്പ് ആണ് കേട്ടോ. കറക്റ്റ് ആവും, ഒന്നുകൂടി ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എന്നാല് ടുഡേ സേവിങ്സ്. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അപ്പൊ ഈ ഒരു പോപ്പ് ബോക്സ് വരാൻ നേരം എന്ത് ചെയ്യണം, ഈ ബാക്കിലോട്ടുള്ള ആ ഒരു പോപ്പ് ബോക്സിലെ ആ മോഡല് അതൊന്ന് റിമൂവ് ചെയ്തതാണ്, അല്ലെങ്കിൽ കാണാൻ ഒരു ഗുമ്മില്ല. അക്കൗണ്ട് വെച്ച് വെക്കാം. പൊതുവെ നമ്മൾ കുറച്ചും കൂടി റിമൂവ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിരിക്കും. റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ താഴെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ സാധനം, അത് ഇവിടുന്ന് കോപ്പി ചെയ്ത ഇതിന്റെ തൊട്ട് താഴെയോ മീൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അത് നമുക്ക് ഹൈഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നണ്ണുണ്ട്. പിന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അക്കൗണ്ടും ക്രിയേറ്റ് ആവും, അതേപോലെ ഈ ഇത് ഹൈഡ് ആവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ മറ്റേ ഡേറ്റാസ് അവിടെ പോയി ഇൻജെക്ട് ആവുകയും ചെയ്യും. എന്നിട്ട് ആ ഒരു മോഡല് ഷോ ചെയ്യുകയും ചെയ്യും. ഫോർമാല് ഫീമെയിൽ 7 days ക്രിയേറ്റ്. ഓക്കെ ഓക്കെ, ഇനി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എന്താ എനിക്ക് ഓപ്പൺ ആയിട്ട് വരണം, എന്റെ ഈ ഒരു സക്സസ് മോഡൽ ഓപ്പൺ ആയിട്ട് വരണം. നേരത്തെ ചെയ്തതൊക്കെ അല്ലേ, അതായത് എന്ത് ചെയ്യണം, ഈ കണ്ടിന്യൂ ബട്ടൺ
കണ്ടിന്യൂ ബട്ടൺ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. സോ സക്സസ് ഇല്ല ഈ ഓപ്പറേഷൻ മോഡൽ. ഫസ്റ്റ് ഇതിനെ ടാർഗറ്റ് ചെയ്ത് എന്നിട്ട് ആഡ് ലിസ്റ്റർ കൊടുക്കാനായിട്ട് ഇത് ഓപ്പൺ ആയിട്ട് വെക്കും. അത് ആൾറെഡി ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് BTN ഓപ്പറേഷൻ മോഡൽ. അത് അവിടുന്ന് കോപ്പി ചെയ്യുക, തൊട്ട് താഴെ വരിക, എന്നിട്ട് ആഡ് ഈവൻ ലിസ്റ്ററിനകത്ത് എന്ത് ഓപ്പൺ ചെയ്യാം, അത് നമ്മൾ ക്ലിക്ക് ഫംഗ്ഷനകത്ത് ക്ലിക്കിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്കൊരു ആരോ ഫംഗ്ഷന്റെ അകത്ത് പാസ് ചെയ്യണം. ആരോ ഫംഗ്ഷന്റെ അകത്ത് ഏത് മോഡലാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്പറേഷൻ മോഡൽ ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട്, ഈ വീഡിയോ എന്തായാലും നല്ല ലെങ്തി ആയിരിക്കും. ഞാൻ മാക്സിമം എല്ലാ വീഡിയോ ലെങ്ത് കുറയ്ക്കേണ്ടി നോക്കും. പക്ഷെ എന്റെ ഈ കമ്മ്യൂണിക്കേഷൻ ഞാൻ വിചാരിക്കുന്ന പോലെ കൺട്രോൾ ചെയ്യാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം. സോറി, ആഡ് ഇവന്റ് അല്ല, ഗെറ്റ് എലമെന്റ് അകത്ത് ആ മോഡലിന്റെ ID വെച്ച് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്റ്റൈലിനകത്ത് ഫ്ലെക്സിന്റെ ഡിസ്പ്ലേക്കകത്ത് കണ്ണ് മാറ്റിയിട്ട് ഫ്ലെക്സ് മാറ്റി കൊടുക്കുമ്പോൾ അത് വരും. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്രിയേറ്റ് അമല്, നമുക്ക് ഇന്നത്തെ ഡേറ്റ് കണ്ടിന്യൂ എടുക്കാൻ നേരത്തെ ഓക്കെ ഇത് മതി. ഇവിടെ വരാൻ നേരത്തെ ടെസ്റ്റ് ഉണ്ട്. ബാക്കിലത്തെ ആ ഒരു സക്സസ് മോഡൽ എന്തായിട്ടില്ല, ക്ലോസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്ലോസ് ആക്കണം. അപ്പൊ ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്താക്കി കൊടുക്കുക, ഇവിടെ നണ്ണാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അമല് വീണ്ടും ഡേറ്റ എപ്പോഴും സെയിം ഡേറ്റ ആണ്. തൽക്കാലം നമുക്ക് ഫീമെയിൽ കൊടുക്കാം. സേവിങ്സ് ക്രിയേറ്റ്, ഓക്കെ, അത് ഹൈഡായി നമ്മുടെ ഓപ്പറേഷൻ. ഇനി ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം, ഓരോ കറസ്പോണ്ടിങ് സംഭവം കാണിക്കണം. ഡെപ്പോസിറ്റും വിഡ്രോ ഓപ്പൺ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റും വിഡ്രോ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ട്രാൻസാക്ഷൻ മോഡലാണ് ഓപ്പൺ ചെയ്യാനുള്ള. ഈ ചെക്ക് ബാലൻസും വ്യൂ അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് ഈ താഴെ ലിസ്റ്റ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു, ചെയ്തേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ട് നള്ളാക്കണം, നമ്മളെ ഈ ഫോമിലെല്ലാം ഹൈഡാക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോഡിന്റെ അകത്ത് ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും റിപ്പീറ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരേ ലെങ്ത് കൂടിയ റിപ്പീറ്റ് ആയി എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ മോഡലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹെൽപ്പർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു മെനക്കെട്ട് എഴുതാതിരിക്കാൻ വേണ്ടി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഡയലോഗ് ബോക്സ് ഷോ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യണം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് ഷോ ഈക്വൽ ടു ഒരു ആരോ ഫംഗ്ഷന്റെ അകത്ത് ഒരു ID പാസ് ചെയ്യണം. അപ്പൊ ശരിക്കും ഇവിടെ എന്താണ് പാസ് ചെയ്യണത്, ഈ ID പാസ് ചെയ്യുന്നു, ഇവിടുത്തെ വാല്യൂല് ഫ്ലെക്സ് ആക്കി കൊടുക്കും. അപ്പൊ ഈ ID ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാരാമീറ്റർ ID കൊടുക്കുന്നു. എന്നിട്ട് ആരോ ഫംഗ്ഷന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എഴുതിയ സെയിം കോഡ് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ID എടുക്കുന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ കാണുന്ന സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ഷോ ഏത് മോഡലാണ് എനിക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാറുള്ള, ഇത് ആദ്യത്തെ ബട്ടണില്ലേ, അപ്പൊ ക്രിയേറ്റ് മോഡൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആയില്ലേ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ എന്ത് നടക്കും, ഈ ആക്ഷന്റെ അവിടെ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒറ്റ കയ്യിലങ്ങ് എഴുതി വെക്കാം. ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം. ഇനി എന്ത് ചെയ്യാം, ഷോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഏത് ഡയലോഗ് ബോക്സ് ആണോ എനിക്ക് ഓപ്പൺ ചെയ്യാനുള്ള, ഈ ഷോ ഫംഗ്ഷനകത്ത് ജസ്റ്റ് അതിന്റെ ID നെയിം മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോ സക്സസ് മോഡലാണ് എനിക്ക് ഓപ്പൺ ചെയ്യാനുള്ളതെന്ന് വെച്ചോ. അപ്പൊ സക്സസ് മോഡൽ എവിടെയാണ് വരുന്നുള്ള, അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞിട്ട് എവിടെ, അതായിരിക്കും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഷോ ഫംഗ്ഷൻ വിളിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, സ്ട്രിങ്ങിന്റെ അകത്ത് ആ ഒരു ID നെയിം പാസ് ചെയ്യണം. സ്ട്രിങ്ങിൽ വേണം പാസ് ചെയ്യാനുള്ള. റീസൺ എന്താണ്, ഗെറ്റ് എലമെന്റ് ബൈ ID. ഇതിന്റെ അകത്ത് ഇൻപുട്ട് എപ്പോഴും സ്ട്രിങ്ങിൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ എളുപ്പമാണ്. ഇനി ഇവിടെ ഞാൻ ഇപ്പൊ ചെപ്പ ഇവിടെ ക്ലിക്ക് ചെയ്ത് സേവ് എടുത്ത ശേഷം കൺഗ്രാറ്റുലേഷൻ. അതേപോലെ തന്നെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അവിടെ ഷോ ആക്കണം. ഷോ ആക്കാൻ വേണ്ടി ഇതായിരിക്കും, സക്സസ് മോഡലാണ് അതിന്റെ പേര്. ഇല്ല, സക്സസ് മോഡൽ അല്ല, ഓപ്പറേഷൻ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഏത് ഡിമാണ് ഓപ്പൺ ആയിട്ട് ഒരാളാ, ഇതാണ്. ഇത് കോപ്പി ചെയ്യുക, ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്
നമ്മളെ ഷോ ഫംഗ്ഷന്റെ അകത്ത് എന്ത് ചെയ്യണം, ആ ഒരു ഐഡി ഞാൻ പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ഓർഗനൈസ് ചെയ്ത് ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കുക എവിടെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ലൈൻ വരുന്നു, അതിനെങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് കുറയ്ക്കാമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ചാറ്റ് ജി പി ടി ഇട്ടിട്ട് ഇത്ര റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെന്റ് വന്നു അത് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറയാം, പിന്നെ കോഡ് രണ്ട് രീതിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഇപ്പൊ ഏത് പുതിയ സാധനം വന്നാലും പഴയ സാധനം നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അതിനെ നണ്ണാക്കി കൊടുക്കണം. ഇപ്പൊ തന്നെ 30 ഈ വീഡിയോ ഒക്കെ കാണോ എന്തോ ആരെങ്കിലും. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഷോ കണക്ക് തന്നെ കോൺസ്റ്റന്റ് ഹൈഡ് ഓ, ഈ ഹൈഡ് അല്ലാതെ ഞാൻ അനോണിമസ് അല്ലെങ്കിൽ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ആരോ ഫംഗ്ഷന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം, എല്ലാ മോഡലിനെയും ഞാൻ സെലക്ട് ചെയ്യും. എല്ലാ മോഡലിനും സെലക്ട് ചെയ്തിട്ട് അതിന് എല്ലാത്തിനും എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഞാൻ ഹൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാത്തിന്റെ ക്ലാസ് നെയിം എന്താ, മോഡലാണ്. അപ്പൊ നമുക്ക് കൊറി സെലക്ടർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാം. ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ ആർ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഡബിൾ കോഴ്സിന്റെ അകത്ത് എന്റെ ക്ലാസ് നെയിം മോഡൽ കൊറി സെലക്ടർ ഉണ്ട് ഡോട്ട് മോഡൽ. അപ്പൊ ഇതൊരു അറേ, ഒരു അറേക്കകത്ത് HTML കളക്ഷൻ അറേയിലായിട്ട് ഇപ്പൊ എന്റെ എത്ര മോഡൽ ഉണ്ടോ, എന്റെ ക്ലാസ് നെയിം മോഡൽ എത്ര എണ്ണം വരും, എനിക്ക് ഒന്ന് 5 എണ്ണോ 4 എണ്ണോ ആണെന്ന് തോന്നുന്നു. എത്ര അത്രയും എന്തായിരിക്കും സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യണം, അത് ഓരോന്നായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യണം. ഓരോന്നായിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഇവിടെ തന്നെ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സെന്റൻസ് പറയാൻ വേണ്ടി ഞാൻ കോൺസ്റ്റന്റ് ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് ആൾ മോഡൽ ഡോട്ട് ഫോർ ഈച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേനെ നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഒരു എലമെന്റ് ഉണ്ട്, ഞാൻ അവിടെ തൽക്കാലം കൊടുക്കുകയാണ് എം. അപ്പൊ എം എന്ത് ചെയ്യും, അറേയുള്ള ഓരോ ഇൻഡെക്സുള്ള വാല്യൂ എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് എം ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേക്കകത്ത് തുടങ്ങും. ഇപ്പൊ എവിടെയൊക്കെ ഞാൻ ഹൈഡ് ആൾ ഫംഗ്ഷൻ വിളിക്കോ, അപ്പൊ ഇത് എന്ത് ചെയ്യും, പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും സാധനം ഓപ്പൺ ചെയ്താലും ഓപ്പൺ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഹൈഡ് ചെയ്തോളൂ. അതാണ് ഈ ഫംഗ്ഷൻ പ്രത്യേകത. മോഡൽ എന്ന് പറഞ്ഞ എല്ലാ ഡിവ് ടാഗിനെ സെലക്ട് ചെയ്യും. ആ ക്ലാസ് ടൈം വരുന്ന എല്ലാ ഡിവ് ടാഗിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഫോർ ഈച്ചിനകത്ത് അറേയിൽ ലൂപ്പ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഓരോ എടുക്കും. ഫസ്റ്റ് എടുക്കുന്ന ഏതായിരിക്കും, ആദ്യത്തെ നമ്മൾ മോഡൽ ഇതിൽ നിന്ന് ക്രിയേറ്റ് മോഡലായിരിക്കും. അതെടുത്തിട്ട് അതിനെന്ത് ചെയ്യും, ഡിസ്പ്ലേ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഏതെടുക്കും, സക്സസ് മോഡൽ അതിനെ എടുത്ത് ഡിസ്പ്ലേ ഉണ്ടാക്കും. പിന്നെ ഓപ്പറേഷൻ മോഡൽ അതിനെ പിടിച്ച് ഡിസ്പ്ലേ ഉണ്ടാക്കും. പിന്നെ ട്രാൻസാക്ഷൻ മോഡൽ ഈ നാലെണ്ണത്തെ എന്ത് ചെയ്യും, 1 by 1 എടുത്തിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ നണ്ണാക്കി കൊടുക്കും. അത് ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ വിളിക്കാൻ നേരത്ത് അതിനെ എല്ലാത്തിനും എന്ത് ചെയ്യും, നണ്ണാക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് എവിടെയൊക്കെ വേണം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹൈഡ് ഓൾ. അപ്പൊ എല്ലാം ക്ലോസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സക്സസ്ഫുൾ മോഡൽ കാണിക്കുള്ളൂ. ഓക്കെ, അത് ക്രിയേറ്റ് ആയി. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് സക്സസ്ഫുൾ മോഡൽ കാണിച്ച് എന്നിട്ട് ഇവിടെ വരാൻ നേരത്ത് ഹൈഡ് കൊടുക്കണം കേട്ടോ. ഹൈഡ് ഷോ മോഡലാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മളെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മോഡൽ കൊണ്ടുപോകും. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ ഈ ട്രാൻസാക്ഷൻ മോഡൽ ട്രാൻസാക്ഷൻ മോഡൽ കൊണ്ടുവരാൻ വേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഓപ്പൺ ചെയ്യണം. ഡെപ്പോസിറ്റ് ബട്ടൺ നമ്മൾ ആൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, BTN ഡെപ്പോസിറ്റ്. തൊട്ട് താഴെ വന്നിട്ട് BTN ഡോട്ട് BTN അല്ല, BTN ഡെപ്പോസിറ്റ് ഡോട്ട് ആഡ് ഈവന്റ്സിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിക്കിന്റെ അകത്ത് ക്ലിക്കിന്റെ അകത്ത് ഒരു ആരോ ഫംഗ്ഷന്റെ അകത്ത് ഏത് ഷോ ഞാൻ പറയാം, ട്രാൻസാക്ഷൻ മോഡൽ ഷോ ഞാൻ പറയാം. ട്രാൻസാക്ഷൻ മോഡൽ ഷോ ചെയ്യാൻ പറയാം. പക്ഷേ ഇവിടെ അതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അത് ആദ്യം വരവില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്തോട്ടെ, എന്നിട്ട് എന്റെ ലോജിക്കൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ വരാൻ നേരത്ത് ഈ ഓപ്പറേഷൻ മോഡലിനകത്ത് ഞാൻ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അക്കൗണ്ട് ഇൻഫോക്കകത്ത് മെസ്സേജ് കൊടുക്കണമായിരുന്നു. ഓക്കെ,
ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. അതിന് മുമ്പ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഓപ്പറേഷൻ മോഡിൽ ഓപ്പൺ ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അത് വിട്ടുപോയി. ഇത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു കണ്ടീഷൻ എടുക്കാം. ഇഫ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. റിട്ടേൺ ചെയ്യുക. എന്നിട്ട് ഓപ്പറേഷൻ മോഡലിനകത്ത് നമുക്ക് തലക്കെട്ടിന് വേണ്ടി ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ ആരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ അതോടെ കോപ്പി ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ ഇത് ഹൈഡിന്റെ പ്രൊഫൈൽ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ഇരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇന്നർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇന്നർ HTML യൂസ് ചെയ്യാം. ക്ലിക്കിനകത്ത് കഴിഞ്ഞ അക്കൗണ്ട് ഡോട്ട് അക്കൗണ്ട് ഐ ഡി അക്കൗണ്ട് നമ്പർ ഡോളർ അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ നമുക്ക് ഭംഗിക്ക് വേണ്ടി രണ്ട് ഇമോജി എല്ലാം ആഡ് ചെയ്യാം. യൂസർ യൂസർ ഇത് നമുക്കൊരു ഇമോജി ഐ ഡി. അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവത്തില്ല. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഹൈഡ് ആവും. ഹൈഡ് ആയിട്ട് ആ ഒരു ഓപ്പറേഷൻ മോഡലിനകത്ത് ഇവിടെ ആ യൂസറിന്റെ പേരും അയാൾ അക്കൗണ്ട് നമ്പറും എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ എക്സിക്യൂട്ട് ആവും. ക്ലിക്ക് ചെയ്യുക. ചെയ്യേണ്ടത് സേവിങ്സ് അക്കൗണ്ട് നമ്പർ റെഡിയായി. പേര് ഓക്കെ. ഇനി ചെയ്യാൻ ട്രാൻസാക്ഷൻ മോഡൽ എടുക്കാനായിട്ട് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ആവും. അപ്പൊ ഇവിടെ ഒരാൾ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഞെക്കിയാലും വിഡ്രോ ആക്കിയാലും ഈ ട്രാൻസാക്ഷൻ മോഡലാണ് ഓപ്പൺ ആയി വരാനുള്ള. അപ്പൊ ഓപ്പൺ ആയി വരാൻ നേരത്ത് ഇത് തിരിച്ചറിയണം. ഇത് ഏത് ഓപ്പറേഷൻ ആണ് നടക്കുന്നത് അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത് തിരിച്ചറിയണം. അതിനു വേണ്ടി എങ്ങനെ കൊടുക്കുന്നില്ല, പകരം വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഓപ്പൺ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിന്റെ അകത്ത് അതിനുള്ളിൽ ഞാൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പൺ ട്രാൻസാക്ഷന്റെ അകത്ത് ഒരു ഫംഗ്ഷന്റെ അകത്ത് ഇവിടെ ഞാൻ പാസ് ചെയ്യാൻ ഡെപ്പോസിറ്റ്. ഇതേപോലെ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓപ്പൺ വിഡ്രോ ഓപ്പൺ വിഡ്രോ വിഡ്രോയ്ക്കകത്ത് ഇവിടെ വന്നിട്ട് വിഡ്രോ എന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓപ്പൺ ട്രാൻസാക്ഷൻ. ഈ ഓപ്പൺ ട്രാൻസാക്ഷന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസാക്ഷൻ മോഡൽ ഓപ്പൺ ആയിട്ട് വരുന്ന മീൻസ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ മോഡൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏത് തലക്കെട്ട് വരും? ഡെപ്പോസിറ്റ് ആണോ വിഡ്രോ ആണോ? എന്നിട്ട് അതിന്റെ ചെറിയൊരു ഇൻഫർമേഷൻ അക്കൗണ്ട് നമ്പർ മേ ബി. എന്നിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രോസസ്സിന്റെ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ ഈ ഫംഗ്ഷനുള്ളിൽ നമുക്ക് കോൾ ചെയ്യാം. അപ്പൊ ഇതെന്തായാലും ഒരു ടൈപ്പ് ഏത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഏത് മോഡ് ടൈപ്പ് ചെയ്യുന്ന ഒരു മോഡ്. ഓക്കെ, ഇതിന്റെ അകത്ത് ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് സെറ്റ് ചെയ്യണം. അപ്പൊ കറണ്ട് ട്രാൻസാക്ഷൻ ഇത് മോഡിനകത്ത് കിടക്കും. ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ്, വിഡ്രോ ആണെങ്കിൽ വിഡ്രോ. അപ്പൊ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ പോപ്പ് ബോക്സ് നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഏത് മാത്രം ഓപ്പൺ ചെയ്യണം? നമ്മൾ ട്രാൻസാക്ഷൻ മോഡൽ ഓപ്പൺ ചെയ്യണം. ട്രാൻസാക്ഷൻ മോഡൽ ഓപ്പൺ ചെയ്യണം തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഡാറ്റ ഫിൽ ചെയ്യണം. ഈ ഒരു ട്രാൻസാക്ഷൻ ടൈറ്റിലും ട്രാൻസാക്ഷൻ ഇൻഫോ നമുക്ക് എന്തെങ്കിലും ഫിൽ ചെയ്യണം. അതിനുവേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് 40 എലമെന്റ് ബൈ ഐഡിക്കകത്ത് നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ ടെക്സ്റ്റിന്റെ അകത്ത് ഈക്വൽ ടു മാത്തമാറ്റിക്സിന്റെ അകത്ത് കറണ്ട് ട്രാൻസാക്ഷൻ ഡോളർ കറണ്ട് ട്രാൻസാക്ഷൻ അതിന്റെ അകത്ത് എന്ത് ചെയ്യണം? ടൈറ്റിലാണ് അത് പാസ് ചെയ്യുന്നത്. ഇതേ സെയിം സാധനം പക്ഷേ ട്രാൻസാക്ഷൻ ഇൻഫോയ്ക്കകത്ത് ഇന്നർ ടെക്സ്റ്റിന്റെ അകത്ത് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം? നൈം യൂസറിന്റെ പേര് എന്തിനാണ്? ഡോളർ അക്കൗണ്ട് ടോപ്പ് നൈം അതിനൊക്കെ തന്നെ താഴെ വരാൻ വേണ്ടി അക്കൗണ്ട്
നമ്പർ നമ്പറിനകത്ത് അക്കൗണ്ട് ഡോട്ട് അക്കൗണ്ട് നമ്പർ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അതിനകത്ത് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്. അവിടെ ഇപ്പൊ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എം ടി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് ഡോട്ട് വാല്യൂ ഈക്വൽ ടു 0. എന്നിട്ട് ഏത് ഓപ്പൺ ചെയ്യാം? ഷോയ്ക്കകത്ത് നമ്മളെ ട്രാൻസാക്ഷൻ മോഡൽ ഷോ ഡോട്ട് ഷോ ഡോട്ടില് ഷോ ട്രാൻസാക്ഷൻ. ഇനി ക്ലിക്ക് ചെയ്യുക. ഒരു പേര് വിലാസം ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. സേവിങ്സ് ക്രിയേറ്റ്. ഓക്കെ. ഡെപ്പോസിറ്റ് വർക്കായില്ല. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഇവിടെ വന്നിട്ട് ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഫംഗ്ഷൻ ആയിട്ട് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, വർക്കായി. നമ്മൾ ടൈപ്പ് ചെയ്തെന്ന് മനസ്സിലായി. എല്ലാം വന്ന് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വന്ന് അത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തതായി. ഓക്കെ. ഓ സീറോ, സോറി, ഇവിടെ എം ഡി ആക്കി കൊടുക്കും. സീറോയിൽ എം ഡി ആക്കി കൊടുക്കണം. സ്പേസിങ് ആക്കി. അപ്പൊ വിഡ്രോ എടുക്കാൻ നേരത്ത് സെയിം സംഭവം വരും. എന്താ വിഡ്രോ എടുക്കാൻ നേരത്ത് എന്തായിരിക്കും? ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ബി ടി എൻ ഡെപ്പോസിറ്റിന് പകരം ബി ടി എൻ വിഡ്രോ. എന്നിട്ട് ഏത് ഫംഗ്ഷൻ പാസ് ചെയ്തു? ഈ ഫംഗ്ഷൻ പാസ് ചെയ്തത്. ഈ ഫംഗ്ഷൻ പാസ് ചെയ്യാൻ നേരത്ത് ഈ ഫംഗ്ഷൻ ഓപ്പൺ ആയിട്ട് ഇതിന്റെ ട്രാൻസാക്ഷൻ ടൈപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ മോഡലിനകത്ത് ഒരു ബട്ടൺ ഉണ്ട്, സബ്മിറ്റ് ബട്ടൺ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ള ബാലൻസിലോട്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് നടക്കാറുണ്ട്. അപ്പൊ അത് ആൾറെഡി നമുക്ക് ട്രാക്ക് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് ട്രാൻസാക്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യും. ഡെപ്പോസിറ്റ് ആണോ വിഡ്രോ ആണോ? അപ്പൊ നമുക്ക് വേണ്ട ഒരു പുതിയ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷന്റെ പേര് ട്രാൻസാക്ട് പ്രോസസ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷനിൽ എന്ത് ചെയ്യണം? ആദ്യം ആ ഒരു ഇൻപുട്ട് ഫീൽഡിൽ നിന്ന് വാല്യൂ എടുക്കണം. അപ്പൊ കോൺസ്റ്റന്റ് എമൗണ്ട് ഈക്വൽ ടു എമൗണ്ട് ഇൻപുട്ട് ഡോട്ട് വാല്യൂ. വാല്യൂ ഉണ്ടായിരിക്കണം. അതിനെന്താക്കണം? നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൾറെഡി നമ്പറാണ്, എന്നാലും നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് ഇനി വന്നിട്ട് കോൺസ്റ്റന്റ് ഒരു വേരിയബിൾ എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു ട്രൈനറി കണ്ടീഷൻ കൊടുക്കുക. ട്രൈനറി കണ്ടീഷൻ എന്ന് വെച്ചാൽ കറണ്ട് ട്രാൻസാക്ഷൻ ഈക്വൽ ടു ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഏത് ഫംഗ്ഷനാ ട്രിഗർ ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലാസ്സിനകത്തുള്ള ഡെപ്പോസിറ്റ്. ഇനി അത് തെറ്റാണെങ്കിൽ നമ്മൾ കറണ്ട് ട്രാൻസാക്ഷൻ ഡെപ്പോസിറ്റില്ല വിഡ്രോ ആണ് കിടക്കണമെങ്കിൽ ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യണം? വിഡ്രോ. ക്വസ്റ്റ്യൻ മാർക്കിന്റെ അകത്ത് അക്കൗണ്ട് ഡോട്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കോളൻ ഇട്ടിട്ട് അക്കൗണ്ട് ഡോട്ട് വിഡ്രോ. ഇത് രണ്ട് ഫംഗ്ഷനാണ്. പാരാലിസിസ് കൊടുക്കുക. പാരാലിസിസ് ഈ രണ്ട് ഫംഗ്ഷൻ എന്ത് ക്യാരി ചെയ്യും? ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എമൗണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്ത് ചെയ്യണം? നമ്മൾ എമൗണ്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഇവിടെ ഇത് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യണം. എല്ലാം ഈ രണ്ട് ഫംഗ്ഷനും കോളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മെസ്സേജിനകത്ത് പ്രിന്റ് ചെയ്യണം. മെസ്സേജ് ഓപ്പറേഷൻ മോഡലിനകത്ത് താഴെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനകത്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കും എന്ത് ട്രാൻസാക്ഷൻ ആണ് നടന്നത്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാം ഹൈഡ് ചെയ്യണം. എല്ലാം ഹൈഡ് ചെയ്യണം. എല്ലാ മോഡൽസും അല്ലെങ്കിൽ ഡയലോഗ് ബോക്സും ഫസ്റ്റ് ഹൈഡ് ചെയ്യണം. ഹൈഡ് ചെയ്തിട്ട് വീണ്ടും ഏത് ഓപ്പൺ ചെയ്യണം? നമ്മളെ ഷോ ഓപ്പറേഷൻ വീണ്ടും ഓപ്പറേഷൻ മോഡൽ വീണ്ടും ഓപ്പൺ ചെയ്യണം. അതിന്റെ അകത്തല്ലേ വേറെ ഓപ്ഷൻസ് ഉള്ളത്. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എന്താണോ നടത്തിയത് അതിന് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡിക്കകത്ത് അതിന്റെ വാല്യൂ പാസ് ചെയ്യണം. വാല്യൂ ഏതാണ്? മെസ്സേജിന്റെ അകത്ത് ഇന്നർ ടെക്സ്റ്റിനകത്ത് സെമാറ്റിക്സിനകത്ത് എന്ത് ട്രാൻസാക്ഷൻ നടന്നത്? ഡെപ്പോസിറ്റ്.
മെസ്സേജ്. ഇവിടെ മെസ്സേജ് കൊടുക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ ഒരു വാല്യൂ കൊണ്ട് തിരിച്ചു വരും. ആ വാല്യൂ എവിടെ കൊണ്ട് സ്റ്റോർ ആവും? മെസ്സേജിനകത്ത്. ആ മെസ്സേജ് എന്ത് കാണിക്കും? ഓപ്പറേഷനകത്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്പോസിറ്റും വിഡ്രോയിലെ കണക്കാണ് ചെയ്യാനുള്ളത്. ഏറ്റവും മുകളിൽ പോവുക, മുകളിൽ പോയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ചെയ്യണം. ഫംഗ്ഷനാലിറ്റി ചെയ്യണം മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് എ ടി എം ആയതുകൊണ്ട് ഇന്ത്യ എ ടി എമ്മിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100, 200, 500ന്റെ നോട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. സോ എനിക്കിപ്പോ 1050 ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റത്തില്ല, വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ സാലറിനകത്തൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന്, 100നേക്കാളും ചെറിയ സംഖ്യ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, നമ്മൾ കൊടുക്കുന്ന നമ്പർ ഡെപ്പോസിറ്റ് ആയാലും വിഡ്രോ ആയാലും ഏതായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന നമ്പർ എപ്പോഴും 100ന്റെ ഡിവിസിബിൾ ആയിരിക്കണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനുവേണ്ടി അവിടെ കൊടുക്കുക റിട്ടേൺ. ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എമൗണ്ട് AMD ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. 100നേക്കാളും താഴെ വരാൻ പാടില്ല. എന്നിട്ട് ആൻഡ് ഞാൻ എന്ത് സെറ്റ് ചെയ്യാണ്? എമൗണ്ട് മോഡുലസ് മോഡുലസ് 100 ഈക്വൽ ടു 0. ഒരു ഈക്വൽ ടു 100നേക്കാളും ചെറുതാവാനും പാടില്ല. 100ന്റെ ഡിവിസിബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് ഏതെങ്കിലും 100ന്റെ ഡിവിസിബിൾ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, റിമൈൻഡർ 0 ആയാൽ മതി. അപ്പൊ നമ്മൾ വാലിഡ് ആണ് ചെക്ക് ചെയ്തത്. ഇനി എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റിനകത്ത് എന്റെ കണ്ട ഫംഗ്ഷൻ ഇഫ് എമൗണ്ട് വാലിഡ് ആണെങ്കിൽ ഇഫ് ദിസ് ഡോട്ട് ഈസ് വാലിഡ്. ഇവിടെ ദിസ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇതൊരു ക്ലാസിനുള്ളിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന എമൗണ്ട് ഇവിടെ വരും. നമ്മൾ ഏറ്റവും താഴെ ഒരു എമൗണ്ട് പാസ് ചെയ്യും, നമ്മൾ ഇൻപുട്ട് ഫീൽഡ് ചെയ്യും. ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് പാസ് ചെയ്യണം. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഈ വാല്യൂ ഫംഗ്ഷനകത്ത് പാസ് ചെയ്തിട്ട് ഒരു വാല്യൂ കൊണ്ടുവരും. അപ്പൊ ആ ഫംഗ്ഷൻ തെറ്റണമെങ്കിൽ നമ്മൾ റിട്ടേണിന്റെ അകത്ത് കൊടുക്കണം ഇൻവാലിഡ് എമൗണ്ട്. നമ്മൾ ഈ കണ്ടീഷൻ മാച്ച് ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ദിസ് ഡോട്ട് ബാലൻസ്. ഇവിടെ ബാലൻസ് പ്രൈവറ്റ് ആണ്. സോ എന്ത് ചെയ്യണം? ഹാഷ് കൊടുക്കുക. ഹാഷ് ബാലൻസ് എമൗണ്ട് ആഡ് ചെയ്തെടുക്കുക പ്ലസ് ഓർ ഈക്വൽ ടു നമ്മളെ ന്യൂ എമൗണ്ട്. അതാണ് ഈ AMD. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു മെസ്സേജ് റിട്ടേൺ ചെയ്യണം. എന്തിനാ റിട്ടേൺ ചെയ്യാനുള്ള? ഇതൊരു മെസ്സേജ്, ഒരു വാല്യൂ കാത്തിരിക്കുക, അത് ഡിസ്പ്ലേ ചെയ്യണം. അത് വന്നിട്ട് നമുക്ക് റിട്ടേണിന്റെ അകത്ത് ടിക്കിന്റെ അത് നമ്മൾ കൊടുക്കാം. റുപ്പീസ് എത്ര രൂപയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? MD. സോ $MD. ഇപ്പൊ ഇവിടെ ഡെപ്പോസിറ്റ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഡെപ്പോസിറ്റ് ഇതേപോലെ ഏതെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. വിഡ്രോയിലും സെറ്റ് ചെയ്തു. ഈ കണ്ടീഷൻ സെയിം ആയിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. നമ്മളെ ബാലൻസ് എന്തായിരിക്കണം? ഒരു സഫിഷ്യന്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ 100 രൂപ കൊടുത്തിട്ട് എനിക്ക് 200 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ അപ്പൊ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇഫ് എമൗണ്ട്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമ്മളെ ബാലൻസിനേക്കാളും വലുതാണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം? ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യണം. ഈ വീഡിയോ ആരെങ്കിലും കാണാമെന്ന് ഒട്ടും ഉറപ്പില്ല. കാരണം ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് നടക്കാനുള്ള ചാൻസ് ഇല്ല. എമൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം, ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം. ഈ സെയിം സംഭവം തന്നെയാണ്. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? വിഡ്രോ എന്നുള്ളത് വിഡ്രോ നേരെ അറേഞ്ച് ചെയ്യുക. ഓക്കെ. ബാലൻസ് എമൗണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ ഫംഗ്ഷൻ ത്രൂ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാലൻസ് എമൗണ്ട് കിട്ടത്തുള്ളൂ. ദിസ് ഡോട്ട് ബാലൻസ്. മെയിൻ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? എമൗണ്ട് റിട്രീവ് ആയി. ഇനി എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് പ്രോസസ് വർക്കാവും. പ്രോസസ്സിന് ബട്ടൺ എഴുതി കൊടുത്തു. അല്ല, പ്രോസസ്സിന് ബട്ടൺ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ഈ ഫംഗ്ഷൻ റിട്രീവ്, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണം. കാരണം നമ്മൾ ട്രാൻസാക്ഷന്റെ അകത്ത് ഇത് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കാനുള്ള? ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവണം. സ്റ്റാർട്ടിംഗ് ബട്ടൺ അത് ആൾറെഡി ചെയ്തിരിക്കുന്നത്.
കുഴപ്പമില്ല. നമ്മൾ സബ്മിറ്റ് ബട്ടൺ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. BTN സബ്മിറ്റ് അത് കോപ്പി ചെയ്യുക. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആഡ് ഇവന്റ്സിനകത്ത് ക്ലിക്കിന്റെ അകത്ത് ഏത് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കണം? നമ്മൾ ക്ലോസ് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. ഇത് പാസ് ആവുന്നു, ബാക്കിയുള്ള ഹെഡ് ആവുന്നു, വീണ്ടും ഇവിടെ വരുന്നു, നമ്മൾ ഓപ്പറേഷൻ മുതലോട്ട് വരുന്നു, താഴെ മെസ്സേജ് കാണിക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അനാമിക പേര് ഫീമെയില്, സേവിങ്സിന്റെ കണ്ടിന്യൂ ഡെപ്പോസിറ്റിനകത്ത് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഇപ്പൊ 50 or 40 കൊടുക്കുന്നെങ്കിൽ വർക്ക് ആവുന്നില്ല. ഇൻവാലിഡ് എമൗണ്ട് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 100ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ 2000 കൊടുക്കാം. 2000 ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. 2000 ഞാൻ ഒരു 100 രൂപ റിട്രീവ് ചെയ്തെടുക്കാം. ഓക്കെ, ചെക്ക് ബാലൻസ് ചെയ്യുമ്പോൾ കാണിക്കും. ചെക്ക് ബാലൻസിന്റെ അവിടെ എന്റെ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഫംഗ്ഷൻ ചെക്ക് ബാലൻസ് ചെക്ക് ബാലൻസിനകത്ത് ഈ മെസ്സേജിന്റെ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. സോ ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ മെസ്സേജ് മാറ്റിയിട്ട് അക്കൗണ്ട് ഡോട്ട് ഗെറ്റ് ബാലൻസ്, അപ്പൊ ഇവിടെ നമ്മൾ ബാലൻസ് റിട്രീവ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൽ ബാലൻസ് ഇപ്പോൾ സെമാറ്റിക്സിന്റെ ഉള്ളിനകത്ത് കട്ട് ചെയ്യാം. കറണ്ട് ബാലൻസ് റുപ്പീസ് ഡോളറിനകത്ത് ഒരു പറഞ്ഞു. ഇപ്പൊ ഈ ഫംഗ്ഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഏത് കളിക്കണം? BTN ബാലൻസ് ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റിനകത്ത് ക്ലിക്കിന്റെ അകത്ത് അക്കൗണ്ടിന്റെ പേര് ചെക്ക് ബാലൻസ്. അതേപോലെ എനിക്ക് ഒരു ബട്ടൺ കൂടി സെറ്റ് ചെയ്യണം. BTN വ്യൂ അക്കൗണ്ടിന്റെ അകത്ത് ആഡ് ഇവന്റ് ലിസ്റ്റിന്റെ അകത്ത് ക്ലിക്ക്. ഞാൻ ഇപ്പൊ വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യില്ല, അനോണിയസ് ഫംഗ്ഷൻസ് ഡയറക്റ്റ് പോവുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് എന്ത് ചെയ്യണം? ഇന്ന ടെക്സ്റ്റിന്റെ അകത്ത് അക്കൗണ്ടിന്റെ പേരും കറണ്ട് ബാലൻസ് അല്ല ഈക്വൽ ടു സെമാറ്റിക്സിന്റെ അകത്ത് ഡയറക്റ്റ് പേരും എല്ലാ കാര്യങ്ങളും പഠിക്കും. ബാക്കി ഡിസൈനൊക്കെ വീഡിയോ അവസാനം വരെ കാണുന്ന ആൾക്കാരൊക്കെ ടെസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തു ടൈം അതൊക്കെയാണ്. അക്കൗണ്ട് നമ്പർ അടുത്ത് അതേപോലെ ബാലൻസ് കാണിക്കാൻ വേണ്ടി റുപ്പീസിന്റെ അകത്ത് അക്കൗണ്ട് ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യണം? ഗെറ്റ് ബാലൻസ് ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ളത് എക്സിറ്റ് ഫംഗ്ഷൻ മാത്രമാണ്. എക്സിറ്റ് ഫംഗ്ഷനകത്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ എക്സിറ്റ് ആപ്പ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിനെ എന്താക്കുക? നള്ളാക്കുക അല്ലെങ്കിൽ നണ്ണാക്കുക. നള്ളാക്കിയിട്ട് എല്ലാ മോഡലിനെയും ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാ മോഡലും ഹൈഡ് ആകുമ്പോൾ ഈ ആദ്യത്തെ പേജ് വന്ന് നിൽക്കും. എന്നിട്ട് ആ ഫംഗ്ഷൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ BTN എക്സിറ്റിനകത്ത് ഡോട്ട് ആദ്യത്തിന്റെ അകത്ത് ക്ലിക്കിന്റെ അകത്ത് ക്ലിക്ക് ആകും. ഇനി റീഫ്രഷ് ചെയ്യുക. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അനാമിക, പുതിയ പേര്, ചെറുതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഫീമെയില്, അക്കൗണ്ട് സേവിങ്സ്, ക്രിയേറ്റ് ബട്ടൺ, അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ഞാൻ ഒരു 4500 ഡെപ്പോസിറ്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു 300 എടുക്കുന്നു. ഓക്കെ, അപ്പൊ 4500 300 ആകുമ്പോൾ 4200 ചെക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. 4200 കറണ്ട് ബാലൻസ്. വ്യൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എല്ലാം ഹൈഡ് ആയിട്ട് ആദ്യത്തെ പേജ് മാത്രം പഠിക്കുക. ആദ്യത്തെ പേജ് ആദ്യത്തെ ഡിപോ